എന്താണ് തിരുമേനിയുടെ ആഗമന ഉദ്ദേശം? വിവരിക്കുക. പറഞ്ഞോ. പണത്തിന് ഇത്തിരി ബുദ്ധിമുട്ട് വന്നപ്പോ ഇല്ലത്തെ ഒരു മുറി വാടകയ്ക്ക് കൊടുത്തു. സിനിമാ തിയേറ്ററിൽ കരിഞ്ചന്തയ്ക്ക് ടിക്കറ്റ് വെക്കുന്ന ഒരു വലിയ റൗഡിയാണ് വാടകക്കാരെന്ന് ഞാൻ വളരെ വൈകി അറിഞ്ഞത്. ഇപ്പൊ വലിയ ശല്യമായിരിക്കണോ? മദ്യപിച്ചിട്ട് വരിക, മീൻ വരച്ച് കഴിക്കുക, എന്റെ പെൺകുട്ടികളെ നോക്കണ്ടാത്ത രീതിയിലൊക്കെ നോക്കുക. സഹിക്കാൻ പറ്റാണ്ടായപ്പോ ഒഴിഞ്ഞു പോവാൻ പറഞ്ഞു. കേട്ട ഭാവമില്ല. എന്താ പേര്? ആ റൗഡിയുടെ പേര് കരിഞ്ചന്ത വാസുന്നാ. ഒരു ഒഴിയാബാധയാ. ശരി. പണ്ടത്തെ കാലത്തൊക്കെ ബാധ വന്ന് ഒഴിപ്പിക്കാൻ ഞങ്ങൾ നമ്പൂതിരിവരെ വിളിപ്പിക്കാറ്. ഇന്നിപ്പോ നമ്പൂതിരിയുടെ വീട്ടിലെ ബാധ ഒഴിപ്പിക്കാൻ പോലീസുകാര്. കാലം പോയൊരു പോക്കേ. എന്തായാലും നമ്പൂതിരി, നമുക്ക് ഈ ഒഴിയാബാധ അങ്ങോട്ട് തളച്ചാലോ? എനിക്കെന്ത് കിട്ടും? പുണ്യം കിട്ടും. പുണ്യമൊക്കെ ആർക്ക് വേണം തിരുമേനി? ആ പുണ്യം പണമായിട്ട് എന്റെ അക്കൗണ്ടിൽ ഇട്ടാ മതി. തിരുമേനി പൊക്കോ, ഞാൻ അവിടെ എത്തിയേക്കാം. നമസ്കാരം. നമസ്കാരം. ഏത് മുറിയുന്ന തിരുമേനി അവനെ ഒഴിപ്പിക്കണ്ടേ? ആ മുറിയതാ. ഇവരൊക്കെ എന്റെ മക്കളാ. സരിത, സവിത, സംഗീത. ഹൈ, സരിത, സവിത, സംഗീത. അത് ശരി. ഇതൊക്കെ ഇവിടുത്തെ തിയേറ്ററുകളുടെ പേരുകളല്ലേ? വെറുതെയാണോ തിയേറ്ററിലെ ബ്ലാക്കിന് ടിക്കറ്റ് വിൽക്കുന്ന റൗഡി ഇവിടെ കിടന്നിങ്ങനെ ചുറ്റിത്തിരിയണത്? ചോദിക്കാനും പറയാനും തിരുമേനിക്ക് ഒരു ഷേണായിസോ ശ്രീധറോ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇവനെ പോലുള്ളവർ ഇവിടെ കിടന്ന് ചുറ്റി കളിക്കൂ. ചാക്കോ, അവനെ വിളിക്കോ. ആരാണത്? എന്ത് വേണം? എന്താ സാറേ? ഈശ്വര, എന്നാലും എന്റെ തിരുമേനി, ഇത് കോണം പോണ പരിപാടിയായിപ്പോയി. എന്ത് തെറ്റാണ് ഞാൻ നിങ്ങളോട് ചെയ്തത്? ഇവന്റെ ഒരു ഫോട്ടോയെങ്കിലും കണ്ടിരുന്നെങ്കിൽ ഞാൻ ലീവിലാന്ന് പറയായിരുന്നു. എന്താ സാറേ, എന്നെ കാണാൻ വിളിപ്പിച്ചതാ? അല്ല, അത് ചാക്കോ സാർ, 2 കസേര എടുക്ക. ഇനിയിപ്പോ ഇരുന്ന് സംസാരിക്കാം. കരിഞ്ചന്ത വാസു, ബ്ലാക്കിന് ടിക്കറ്റ് വിറ്റ് കിട്ടുന്ന കാശിന് മുഴുവൻ ഭക്ഷണം വാങ്ങിച്ച് കഴിച്ച് അതൊരുട്ടി മസിലാക്കണല്ലേ? ഇരിക്കല്ലേ? അനധികൃതമായി താനിവിടെ കയറി താമസിക്കുന്നു എന്നും പറഞ്ഞൊരു പരാതി കിട്ടിയിട്ടുണ്ട്. താനിവിടെ താമസിക്കുന്നതിൽ ഇതിന്റെ ഹൗസ് ഓണർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കെട്ടും പാണോടത്ത് ഇവിടുന്ന് പുറത്തു പോകണം. ഇല്ലെങ്കിലോ? എടോ, ഒരു CI അല്ലടോ എന്ന് പറയണത്. CI സാറ് വന്ന വഴിക്ക് പോവാൻ നോക്ക്. പോ, ചെല്ല്. എന്റെ മസിലിന് വെറുതെ പണി ഉണ്ടാക്കരുതേ. എന്താ ചെയ്യാ തിരുമേനി? പോവാൻ പറഞ്ഞു കഴിഞ്ഞാ പിന്നെ പോവാന്നല്ലാതെ. ഇവനുപയോഗിച്ച സാധനങ്ങളെല്ലാം എടുത്ത് പുറത്തിട്ട്. ഇതിന്റെ അകമൊക്കെ കൊള്ളാലോ തിരുമേനി. 400 വർഷം പഴക്കമുള്ള വളരെ പാരമ്പര്യമുള്ള ഒരു തറവാടായത്. ആണോ? പാരമ്പര്യമുള്ള ഒരു തറവാട് അന്വേഷിച്ച് നടക്കുകയായിരുന്നു ഞാൻ. ഇത് ആശ്ചര്യമായിരിക്കുന്നു. ചാക്കോ, ഇത്രയധികം സൗകര്യമുള്ള ഒരു വീടുള്ളപ്പോ ഞാൻ എന്തിനാടോ ലോക്കപ്പിൽ കിടന്ന് വെറുതെ കൊതുകടിയുള്ളത്? എന്റെ താമസം ഇങ്ങോട്ട് മാറ്റിയാലോ? സാറേ, എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല തിരുമേനി, ഒരു ബുദ്ധിമുട്ടുമില്ല. തിരുമേനിയുടെ സന്തോഷമാണ് എന്റെ സന്തോഷം. ചാക്കോ, എന്റെ കംപ്ലീറ്റ് സാധനങ്ങൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യൂ. ഭാവിയിൽ നമ്മൾ ഇതൊരു പോലീസ് സ്റ്റേഷൻ ആക്കുന്നു. അഗ്നി മാറി ഇപ്പൊ പ്രളയായോ? എടോ, ഇതൊരു ഇല്ലോടോ. ഇത് ഓലയും കുറച്ച് ഓടിക്ക്. എത്രയായി? 2300. കണക്കൊക്കെ ശരിയാണോ? എന്തോ ചോദ്യം കേട്ടാത്തോന്ന് ഇപ്പൊ ഇങ്ങോട്ട് തരാനാണെന്ന് കുറിച്ചു വെക്കാനല്ലേ? അതല്ലടാ, ആറ്റിക്കളഞ്ഞില്ലെങ്കിലും അളന്ന് കളയണമെന്നാണല്ലോ. എന്താ തിരുമേനി, മരോട്ടിക്ക തിന്ന കാക്കയെ പോലെ ഒരു മ്ലാനത? സന്തോഷിക്കല്ലേ വേണ്ടത്? കരിഞ്ചന്ത വാസ്തു ഒഴിഞ്ഞു പോയില്ലേ? ഒഴിഞ്ഞു. ഇപ്പൊ ഒഴിഞ്ഞവൻ ഒഴിപ്പിച്ചവൻ ഒഴിച്ചോണ്ടിരിക്കുക. എന്റെ വാസു, ആ കസേര കൊണ്ടുള്ള ഒറ്റയടിക്ക് നീ വീണില്ലായിരുന്നെങ്കിൽ എന്റെ വില പോയേനെ. ആ ഒറ്റയടിക്ക് ഞാൻ വീണതുകൊണ്ട് ഇവിടുത്തെ എന്റെ വില പോയി. ആ ഒരു കടപ്പാട് എനിക്ക് എന്നും ഉണ്ടാവും വാസു. സാറിന് കടപ്പാട്? എനിക്ക് എന്റെ കടപ്പാടാ പോയത്. ഒറ്റയടിക്ക് ഞാൻ വീണ കാര്യം നാട്ടിൽ പോകാൻ പാട്ടായി, എന്റെ വില പോയി. ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ല, ഞാൻ പോവാ. ഒരിക്കലും കാണേണ്ടി വരില്ലേ? ആരാ അടുത്തത്?
നീ എന്തിനാ അറിയണേ? സന്തോഷം കൊണ്ടാണ് സാറേ, സന്തോഷം കൊണ്ട്. ഇനി എനിക്ക് വെള്ളം അടിക്കണമെങ്കിൽ ബാറി പോകണ്ടല്ലോ, സാർ ഇവിടെ ഉണ്ടല്ല. ഇവിടുത്തെ പരട്ട തിരുമേണ്ട പരാതിയും കൊണ്ട് സാറിന്റെ അടുത്ത് വരാൻ തോന്നിപ്പിച്ചതേ ദൈവമാണ് സാറേ, ദൈവം. സാർ ഇവിടെ മരിക്കണവരെ താമസിച്ചോ? ഇനി ഇല്ലത്ത് താമസിക്കാൻ സാറിന് ചമ്മലാണെങ്കിൽ ഒരു ടൊയ്നൂല് മേടിച്ച് പൂണൂലാക്കി ജപിച്ചിട്ടോ. ഇവിടുത്തെ പരട്ട തിരുമേനോട് പോകാൻ പറ. അയാൾക്ക് എപ്പാ നോക്കിയാലും പരാതിയും പച്ചക്കറി മാത്രമുള്ളൂ. കിടക്കണില്ലേ? ആ ഉള്ള ഉറക്കൂടെ പോയി. കേട്ടില്ലേ ബഹളവും അട്ടഹാസവും ഒക്കെ? മോൾ ഐശ്വര്യമായി പോയി ജോയിൻ ചെയ്യും. അമ്മാവൻ പോയിട്ട് 20. ഓ കൃഷ്ണൻ നമ്പൂരിയല്ലേ? ഏയ് എന്താ ഗോവിന്ദനൊരു സംശയം? കണ്ടിട്ട് കുറെ കാലായല്ലോ. എന്താ തിരുമേനി ഇവിടെ? കളക്ടറുടെ പ്യൂണിന്റെ ഒരു പരിചയക്കാരനാ. ആ. ഞാൻ ഒരിക്കൽ ഫോണിലൂടെ സൂചിപ്പിച്ചിരുന്നില്ലേ ഒരു ഉയർബാധയുടെ കാര്യം? ഓ, ഞാനതങ്ങ് മറന്നു. ഒരു റൗഡിയുടെ കാര്യമല്ലേ? ഇപ്പൊ അയാളല്ല, അയാളെ ഒഴിപ്പിച്ചൊരു പോലീസുകാരനാ പുതിയ അവതാരം. തിരുമേനി ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ആ. നമ്മുടെ സേതുലക്ഷ്മിക്ക് ഇങ്ങോട്ടാ സ്ഥലം മാറ്റം, സബ് കളക്ടറായിട്ട്. ഹാവൂ ഭാഗ്യായി. രണ്ടുപേർ കൊല്ലപ്പെടുകയും അതിന്റെ പേരിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട CI രാജൻ ജോസഫിനെയും കുറിച്ചുള്ള പോലീസ് എൻക്വയറി റിപ്പോർട്ടാണിത്. ഇതിൽ വിശ്വാസമില്ലെന്നും പറഞ്ഞ് കോളനി നിവാസികൾ കോടതിയെ സമീപിച്ചിരുന്നു. The court has entrusted us to inquire into this case. I give this case to you. I expect that you will do it perfectly. സത്യസന്ധമായ റിപ്പോർട്ട് ഞാൻ സേതുലക്ഷ്മിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. ഫിഷറീസിൽ നിന്നുള്ള ഈ മാറ്റം ഇപ്പൊ വേണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ സേതുലക്ഷ്മിക്ക്? ഒരിക്കലുമില്ല മാഡം. I take it as a challenge. Good. All the best. Thank you, madam. മര്യാദക്ക് ഒരു ജോലി ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ എന്ത് കഷ്ടം. ഹലോ. ആ സിയ ആര്? ഞാൻ സബ് കളക്ടർ സേതുലക്ഷ്മി. ഓ എന്താ മാഡം? നിങ്ങളെ കുറിച്ച് ഒരു കംപ്ലൈന്റ് ഉണ്ട്. എന്റെ പേരിൽ കംപ്ലൈന്റോ? അതെ, നിങ്ങൾ താമസിക്കുന്ന കൃഷ്ണൻ നമ്പൂതിരിയുടെ വീട് ഉടനെ ഒഴിഞ്ഞു കൊടുക്കണം. ഓ ആ വീടോ? മാഡം, ഞാനതങ്ങനെ താമസിക്കുന്ന ഒരു വീടല്ല. അതെന്റെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട്, ഐ മീൻ ആ തിരുമേനിക്കൊരു പ്രൊട്ടക്ഷൻ ആയിട്ട് ഞാൻ അവർക്കൊരു കോംപ്ലിമെന്റ് ആയിട്ട് എഴുതാ. പക്ഷെ അവരത് കംപ്ലൈന്റ് ആക്കിയോ? ആ കുടുംബത്തിന് റൗഡിയുടെ ഭീഷണിയുണ്ട്. തന്നെയുമല്ല, വേടിപ്രായം കഴിഞ്ഞ് ഹൗസ്ഫുൾ ആയി നിൽക്കുന്ന, സോറി, പൊരം നിറഞ്ഞു നിൽക്കുന്ന 3 പെൺകുട്ടികളുള്ള വീടാണ്. ആ കുട്ടികൾക്ക് ഞാനൊരു കാവൽ വിളക്കാണ്. അത് ഊതിക്കെടുത്തിയാൽ മാഡം, പിന്നെ ഞാൻ പറയുന്നില്ല, അവിടെ ഒരു പീഡന പരമ്പര തന്നെ അരങ്ങേറും. സ്റ്റോപ്പ് ഇറ്റ്. പെൺകുട്ടികളെ നോക്കാൻ അവരുടെ അച്ഛനമ്മമാരുണ്ട്. അത് കേരള പോലീസിന്റെ ഡ്യൂട്ടി ഒന്നുമല്ല. 24 മണിക്കൂറിനകം നിങ്ങൾ ആ വീട് ഒഴിഞ്ഞു കൊടുത്തിരിക്കണം. ഇറ്റ്സ് എൻ ഓർഡർ ഫ്രം സബ് കളക്ടർ. ഉപകാരായി. രാഘവ, എടോ രാഘവ, എന്താണാവോ? ആരാണ് അവിടുത്തെ സബ് കളക്ടർ? ആളെ ഞാൻ കണ്ടിട്ടില്ല, പുതിയൊരു കുട്ടിയാണെന്ന് കേട്ടു. കുട്ടിയാലും പട്ടിയാലും എനിക്കെന്താ? ഇവിടൊക്കെ വിളിച്ചു പറയുമ്പോ വീട് ഒഴിഞ്ഞു പോകാൻ ഞാനെന്താ അവളുടെ വേലക്കാരനോ? എടോ, ഞാനാരെന്ന് തനിക്കറിയില്ലേ? സർക്കിള്. സാറ് കോൺസ്റ്റബിൾ ആണെന്ന് ആരെങ്കിലും പറഞ്ഞു? ഞാനിപ്പോ എന്താ വേണ്ടേ? എടോ, ഓസിനൊരു വണ്ടിയും വാടകയില്ലാത്തൊരു വീട് ഒന്ന് തപ്പി എടുക്കണോ? 24 മണിക്കൂർ ഞാൻ കാണിച്ചു കൊടുക്കണ്ട അവൾക്ക് ഞാൻ ആരാ മോന്? അല്ല, സത്യത്തിൽ സാറ് ആരുടെ മോനാ? വേറെ ഒന്നുണ്ടല്ലോ, അവര് ചോദിക്കണേ പറഞ്ഞു വെച്ചിട്ട്. ഒന്ന് പോടോ. ശരി, അപ്പൊ അതുവരെ അറിയില്ലല്ലേ. എന്റെ മോനാണെന്നെങ്കിലും പറയോ? സാറേ, സാധനങ്ങളൊക്കെ കെട്ടി കഴിഞ്ഞു, നമുക്കങ്ങ് വിട്ടാലോ? ഏയ്, തിരുമേനിയെ കണ്ട് യാത്ര പറയാണ്ട് എങ്ങനെയാ പോവുക? ആ ഭഗവാനെ എന്താവോ? വന്നല്ലോ തിരുമേനി. ദാ, എനിക്കിട്ട് പണി എന്നിട്ട് വരണണ്ടില്ലേ? തിരുമേനിക്ക് മേളില് നല്ല പിടിപാടാണല്ലേ? മേളിൽ നിന്ന് ആജ്ഞാപിച്ച പെമ്പർനോത്തി തിരുമേനിയുടെ ആരാ? ആ സബ് കളക്ടറെ. പാലക്കാട് ആ കുട്ടിയുടെ വീടിനടുത്തായിരുന്നു അന്തർജലത്തിന്റെ ഇല്ല. അവൾ എന്നോട് വിളിച്ച് പറഞ്ഞിരിക്ക 24 മണിക്കൂറിനൊക്കെ ഇവിടുന്ന് ഒഴിഞ്ഞു വെക്കോളണമെന്ന്. എന്നെ പട്ടി കേൾക്കും. അവളോട് ചെന്ന് പറഞ്ഞേക്ക് ഞാൻ 12 മണിക്കൂറിനുള്ളിൽ ഒഴിഞ്ഞു പോയെന്ന്. എന്നോട് അനിഷ്ടം തോന്നരുത്. മൂത്ത കുട്ടിക്ക് വേളിയായിട്ട് നിൽക്കുക. മൂത്തത് വേലി ചാടാൻ നിൽക്കണം. അയ്യോ അല്ല, കല്യാണം. ഒരച്ഛന്റെ വേദന സാറിന് പറഞ്ഞാൽ മനസ്സിലാവില്ല. പ്രസവിച്ച അമ്മയല്ലേ, അച്ഛനിപ്പ എന്താ വേദന? വരുതെങ്കിലും നടന്നാ പോരെ? തിരുമേനി, ഞാനിപ്പോ പോവാ. പക്ഷെ ഒന്നോർത്തോ, സർക്കിൾ ഇൻസ്പെക്ടർ മാധവൻകുട്ടിയുടെ സർക്കിളിലാണ് ഈ വീട്. സരിത, സവിത, സംഗീത. വേളി വലിയ പാടാ.
എന്തായി കാട്ടുന്നത്? എന്നോട് പ്രതികാരം ചെയ്യരുത്, എന്റെ കുഞ്ഞിന്റെ മേളിൽ മുടക്കരുത്, ഞാൻ കാല് പിടിക്കാം. അയ്യോ, ഗുരുവായൂരപ്പാ, എന്നെ പരീക്ഷിക്കരുത്. എടീ, ഓടി. സമൂഹത്തിൽ നീതി നടപ്പാക്കേണ്ട ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ഇവിടെ പ്രതികാര മനോഭാവം വെച്ചു പുലർത്തി ഒരു സാധു പെൺകുട്ടിയുടെ വിവാഹം മുടക്കുകയും അത് തടയാൻ ശ്രമിച്ച സബ് കളക്ടറെ അധിക്ഷേപിച്ച് എടി പോടി എന്ന് വിളിക്കുകയും ചെയ്തു. ഈ ഒരു സംഭവത്തിൽ മിസ്റ്റർ മാധവൻകുട്ടിക്ക് എന്ത് മറുപടിയാണ് വനിതാ കമ്മീഷനോട് പറയാനുള്ളത്? ഇതൊരു നിയമയുദ്ധമാണ്. യുദ്ധമാകുമ്പോൾ രണ്ടു പക്ഷത്തും സൈന്യം വേണം. ഇവിടെ സ്ത്രീക്ക് വേണ്ടി സംസാരിക്കാൻ വനിതാ കമ്മീഷനുണ്ട്, മറുഭാഗത്ത് എനിക്ക് വേണ്ടി സംസാരിക്കാൻ പുരുഷ കമ്മീഷനില്ല. ഇങ്ങനെയൊരു വിചാരണ വേദിയിൽ ഇത്രയും ബഹുമാനപ്പെട്ട വ്യക്തികളുടെ മുൻപിൽ വെച്ച് പോലും മിസ്റ്റർ മാധവൻകുട്ടി തികഞ്ഞ അഹങ്കാരമാണ് പ്രകടിപ്പിക്കുന്നത്. മാഡം, തോക്കി കയറി വിടുവിക്കല്ലേ. എന്റെ പേരിലുള്ള ആരോപണങ്ങൾക്ക് ഞാൻ വ്യക്തമായ മറുപടി പറഞ്ഞോട്ടെ. വിവാഹം മുടക്കി വരനെ അറസ്റ്റ് ചെയ്തത് എന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ പെർമിഷനോടുകൂടിയാണ്. കാരണം അയാൾ ഒരു വിവാഹ തട്ടിപ്പുകാരനാണ്. ഇതിനു മുമ്പ് 6 കല്യാണം കഴിച്ച വ്യക്തമായ രേഖകളുണ്ട്. സർവത്ര തെളിവുകളുമായിട്ടാണ് പ്രതിയെ ഞാൻ കോടതിയിൽ ഹാജരാക്കിയത്. താങ്കൾ മനഃപൂർവ്വം സൃഷ്ടിച്ച തെളിവുകളും കേസുമാണ് ആ വരനെതിരെ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ? അങ്ങനെ സംശയിച്ച് തെളിവുകൾ മനഃപൂർവ്വം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ മാഡത്തിന്റെ അച്ഛനെ പോലും മനസ്സ് തുറന്ന് അച്ഛാ എന്നൊന്ന് വിളിക്കാൻ പറ്റില്ല. ദേ കണ്ടില്ലേ, എടോ താനൊക്കെ ഒരു സർക്കിൾ ഇൻസ്പെക്ടറെ കയറി വിളിച്ചത്. ഇതുപോലെ ഒരു ദേഷ്യത്തിനാണ് ഞാൻ ഈ മാഡത്തിനെ എടി പൊടി എന്നൊക്കെ വിളിച്ചത്. എനിക്കറിയില്ലായിരുന്നു ഈ മാഡം സബ് കളക്ടറാണെന്ന്. കണ്ട തോന്നുന്നുണ്ട് സാർ. ഒരു സ്ത്രീയെയും എടി പൊടിന്ന് വിളിക്കാനുള്ള റൈറ്റ്സ് ആരും ആർക്കും നൽകിയിട്ടില്ല. ഈ അലസമായ പ്രതികരണത്തിന് ചുട്ട മറുപടി ആയിരിക്കണം ഇയാൾക്കുള്ള ശിക്ഷ. തെറ്റ് ചെയ്ത ആൾ ശിക്ഷിക്കപ്പെടണം. ഹി ഷുഡ് ബി ഡിസ്മിസ്ഡ് ഫ്രം ദി സർവീസ്. എക്സ്ക്യൂസ് മീ മാഡം, ഈ ഒരു സംഭവത്തിന്റെ പേരിൽ ആരുടെയും ജോലി കളയണമെന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല. പക്ഷേ ഇനി ഇത് ആവർത്തിക്കാതിരിക്കാൻ, സ്ത്രീകളോടുള്ള ആദരവ് മറക്കാതിരിക്കാൻ ഒരു ശിക്ഷ മിസ്റ്റർ മാധവൻകുട്ടിക്ക് കിട്ടിയേ പറ്റൂ. സോ മിസ്റ്റർ മാധവൻകുട്ടി മാപ്പ് പറയണം. അതെ, ശരി, അതാണ് എനിക്ക് വിധിക്കുന്ന ശിക്ഷയെങ്കിൽ ഞാനത് അംഗീകരിക്കുന്നു. മാപ്പ്. അത് പോരാ, ചെയ്ത തെറ്റ് ഏറ്റു പറഞ്ഞ് മാപ്പ് പറയണം. ഈ നിൽക്കുന്ന ബഹുമാനപ്പെട്ട സബ് കളക്ടർ സേതുലക്ഷ്മിയെ ഒരു പൊതുസ്ഥലത്ത് വെച്ച് എടി ഓടി എന്നൊക്കെ വിളിച്ചത് വളരെ വലിയ തെറ്റായിപ്പോയെന്ന് എനിക്ക് ബോധ്യമായി. അതിൽ ഞാൻ ഖേദിക്കുന്നു. മാപ്പ്. സാർ, ഒന്ന് ചോദിച്ചോട്ടെ, ഈ സംഭവത്തോട് നഷ്ടപ്പെട്ടത് പോലീസിന്റെ പ്രതിച്ഛായല്ലേ? കാല് പിടിച്ച് മാപ്പ് പറഞ്ഞില്ലായിരുന്നെങ്കിൽ താങ്കളുടെ തൊപ്പി തെറിക്കുമായിരുന്നു അല്ലേ? എടോ, ആരോട് എന്ത് പുളിച്ച വർത്തമാനം പറയുന്ന നിങ്ങളെപ്പോലുള്ള ക്രിമിനൽ പോലീസുകാർ ഇതോടൊരു പാഠം പഠിച്ചോല്ലേ? ആരാടാ ക്രിമിനൽ? നീതിയും നിയമവും നടപ്പാക്കേണ്ട പോലീസുകാർ യൂണിഫോമിന്റെ വിലയും മന്ദിരം കളഞ്ഞു കുടിക്കരുത്. ഒരു സർക്കിൾ ഇൻസ്പെക്ടർ. ഐ ആം റിയലി അഷേംഡ് ഓഫ് യു. എല്ലാവരും ഒന്ന് പിരിഞ്ഞു പോണം. അതെ, ഒരു യാത്രയപ്പ് ചടങ്ങൊക്കെ കഴിഞ്ഞ് സർവീസിൽ നിന്ന് പിരിയണമെന്ന് ആഗ്രഹമുണ്ട്. ഈ പോക്കാണെങ്കിൽ അത് നടക്കുന്നു തോന്നുന്നില്ല. അങ്ങാടി തോറ്റ അമ്മയോടൊന്ന് കേട്ടിട്ടുണ്ട്. ഇതിപ്പോ ജീപ്പിനോട് കാണിച്ചിട്ട് എന്താ കാര്യം? ആളും തരവും നോക്കാതെ പെരുമാറിയത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എന്തായാലും ഞാൻ ചാവാൻ പോവാ. അതിനു മുമ്പൊരു കാര്യം ചോദിക്കട്ടെ, എടി പൊടിന്നൊക്കെ വിളിക്കാൻ ആ കുട്ടി സാറിന്റെ ഭാര്യയൊന്നും അല്ലല്ലോ. താൻ എന്താ പറഞ്ഞേ? എടിന്നൊക്കെ വിളിക്കാൻ ആ കുട്ടി സാറിന്റെ ഭാര്യയൊന്നും അല്ലല്ലോ. അപ്പോ ഭാര്യ എടീന്നൊക്കെ വിളിക്കാമോ? ഭാര്യക്ക് കംപ്ലൈന്റ് ഇല്ലെങ്കിൽ എന്തെങ്കിലും വിടില്ല ഞാൻ.
വിടില്ല ഞാൻ. വിടില്ല എന്ന് പറഞ്ഞിട്ട് 8-10 ആയല്ല പടപടയെന്ന് വിടണത്. ഞാൻ അതിന്റെ കാര്യമല്ല പറഞ്ഞേ. മാപ്പില്ലേ, മാപ്പ്, മാപ്പിന്റെ കാര്യം. എങ്കിൽ പിന്നെ രാഘവേട്ടൻ പറഞ്ഞതുപോലെ നമ്മൾ അവളെ കെട്ടുന്നു, പണി കൊടുക്കുന്നു. നമ്മളല്ലടാ, ഞാൻ കിട്ടും. അതാ പറഞ്ഞത്. എവിടെ ഒന്നും നടക്കാൻ പോലുള്ള എന്ത് വിഷമം എങ്ങനെ പറയാ? ഞാൻ എവിടെ കിടക്കുന്നു, അവൾ എവിടെ കിടക്കുന്നു? അവൾ അവളുടെ വീട്ടിൽ കിടക്കുന്നു, സാർ ഇവിടെ കിടക്കുന്നു. കെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഒരുമിച്ച് കിടക്കുന്നു. കൊട്ടാപ്പ, എന്തോ നീ വിചാരിക്കുന്നത് നല്ല കാര്യങ്ങള്. പിന്നെ? നിനക്ക് ഈ IAS പവർ അറിയോ? ഈ ഐസിന്റെ പവർ ഉണ്ടോ IAS? ഇല്ലല്ല. ഈ ഐസിട്ട് നമുക്ക് ഈ പെഗ് കഴിക്കാം, പക്ഷെ IAS ഇട്ട് പെഗ് കഴിക്കാൻ പറ്റുമോ? അപ്പൊ ആർക്കാ പവർ, ഐസിനോ IAS-നോ? ഇതാ സാറേ, സാറ് ചെത്തിമുറ്റത്തെ രാധാമണി അറിയോ? തഹസിൽദാരാ, തഹസിൽദാർ. അവര് കെട്ടിയതാരെയാ? അവരുടെ ഓഫീസിലെ വെറും ഒരു ക്യൂണ്. എന്നിട്ട് കുട്ടികൾ എത്രയാ? 4. സാറിന്റെ ഒരു ചെറിയ ജോലിയാണെന്ന് കരുതി സാർ ഇങ്ങനെ തളരരുത്. നിന്റെയൊക്കെ പറച്ചിലേട്ടാ തോന്നും സർക്കിൾ എന്ന് പറഞ്ഞ അത്ര ചീപ്പ് പണിയാണെന്ന്. അതിപ്പോ നമുക്കല്ലേ അറിയാൻ പറ്റുള്ളൂ. സാറിനിപ്പോ എന്തോ ഒരു കുറവ്. ഏത് പെൺകുട്ടിയെ ആഗ്രഹിക്കുന്ന പോലെ അച്ഛനില്ല, അമ്മയില്ല, നാത്തുമാരില്ല, മറ്റു കൂടപ്പുറപ്പങ്ങൾ ആരുമില്ല. അത് മാത്രോ, ഒരു സബ് കളക്ടർക്ക് 1 മാസം കിട്ടുന്ന ശമ്പളം ഒരൊറ്റ ദിവസം കൊണ്ട് സാർ ഉണ്ടാക്കുന്നില്ലേ? നല്ലൊരു പീഡന കേസ് ഒത്തുവന്ന കാശ് എത്രയാ കാശ്? ഞാൻ അവളുടെ വീട്ടിൽ ചെന്ന് ഇത്രയും കാര്യങ്ങൾ വെച്ച് കാച്ചിയാൽ അവരെപ്പ കെട്ടിച്ചെന്ന് ഓർത്താ മതി. എന്തേ ഇതിലൊരു സൂചി കാണാത്തോണ്ട് ചോദിക്ക, സമയത്രയായി? 12. ഞാൻ ഇപ്പൊ തന്നെ ആ കളക്ടറുടെ വീട്ടിലേക്ക് പോവാ. ഇന്ന് ഉച്ചക്കത്തെ ഊണ് ആ കളക്ടറുടെ വീട്ടിൽ നിന്നാ. ഞാൻ ഈ ആലോചന പ്രൊസീഡ് ചെയ്യാൻ പോവാ. കുട്ടപ്പ, നീ ഒറ്റയ്ക്ക് ഈ സമയത്ത് ഈ കല്യാണത്തിന്റെ പേരിൽ കിട്ടുന്ന ക്രെഡിറ്റ് ഞാൻ വേറെ ആർക്കും വിട്ടുകൊടുക്കില്ല. അത് ഞാൻ തന്നെ മേടിച്ചോളാം, മനസ്സിലായല്ലോ? പിന്നെ പോണ വഴിക്ക് ഒറ്റക്കായതുകൊണ്ട് ഒരു കൂട്ടിന് ഇത് ഞാൻ എടുത്തോട്ടെ. സാറ് ധൈര്യമായിട്ട് അവളെ കെട്ടുന്ന സ്വപ്നം കണ്ടു. കണ്ടു തീരുമ്പോഴേക്കും ഞാൻ തിരിച്ചെത്തും. സ്വീറ്റ് ഡ്രീംസ്. പോയിട്ടെ. സ്വീറ്റ് ഡ്രീംസ്. Sweet dreams. When the microphone battle. Stop the shame. അതെ, കാശി 38. പഴയത് കൂടെ കുട്ടിയാ. 2238. കുറിച്ച് വെച്ചോ, സംസാരിക്കാൻ വയ്യ. കുരുക്കിട്ട പിന്നെ എങ്ങനെ സംസാരിക്കുന്നത്? സംസാരിക്കാൻ വയ്യ. പിന്നെ ഓട്ടോയിൽ യാത്രയൊന്നും കുഴപ്പമൊന്നുമില്ല. ബാക്കി അമ്മേ, എന്ത് പറ്റിയിടോ? ഇവിടുത്തെ സർക്കിൾ സാറിന് ഒരു പെണ്ണാലോചിച്ച് പോയതാ. സബ് കളക്ടറിന്റെ വീടായത് കൊണ്ടാ ഇതിൽ ഒതുങ്ങിയത്. വല്ല മന്ത്രിയുടെ വീടായിരുന്നെങ്കിൽ ഈ ബോഡി ഇപ്പൊ പോസ്റ്റ്മോർട്ടം നടത്തേണ്ട സമയ. നീ ഒന്ന് തെളിയിച്ച് പറ. ഇത് ഈ കൂടുതൽ എന്ത് തെളിയിക്കാനാ? ഈ മുഖം കണ്ടറിഞ്ഞൂടെ? ഇത് വെള്ളം കുടിക്കട്ടെ. എടോ, ഇതിലൊക്കെ ഇത്തിരി വെള്ളം എടുത്ത് വെച്ചൂടേടോ. സമ്മതിക്കണം. ഇന്നലെ CI സാർ എന്നെ അടിച്ച് പൂക്കുറ്റിയാക്കിയിട്ട് അർദ്ധരാത്രി 12 മണിക്ക് സബ് കളക്ടറിന്റെ വീട്ടിലേക്ക് ആലോചനയുമായിട്ട് വിട്ടു. പകല് 12 ആണെന്ന് കരുതി ഞാൻ അവിടെ ചെന്നു. കള്ളനാണെന്ന് വിചാരിച്ച് ആ സബ് കളക്ടറിന്റെ ഒരു അമ്മാവൻ തണ്ടി എന്നെ എടുത്തിട്ട് കാവടി തുള്ളി. ഞാൻ കരഞ്ഞ കാര്യം പറഞ്ഞു. അത് കേട്ടതും ആ പെണ്ണിന്റെ ബ്രദർ ഒരുത്തൻ ഇവിടെ ടാഞ്ഞൊരു ചവിട്ടി. പിന്നെ അവിടെ ഒരു ചവിട്ടാടാൻ തന്നെ അരങ്ങേറി. ദേ, ഇവിടുത്തെ സാറിന് ഈ നാട്ടിൽ എന്ത് മതിപ്പാണെന്ന് ഇന്നലെ രാത്രിയിലാണ് എനിക്ക് മനസ്സിലായത്. കച്ചറ, വെറും കച്ചറ. എന്ത്? ഇല്ല, ഒന്നുമില്ല. താൻ പറ. എന്റെ രാഘവൻ സാറേ, ഏത് തെണ്ടിയാണെങ്കിലും കിട്ടാവുന്നതേ മോഹിക്കാവൂ. വെറും ഒരു CI സബ് കളക്ടറെ മോഹിക്കാന്ന് പറഞ്ഞാല് ആഗ്രഹങ്ങൾക്ക് ഒരു പരിധിയില്ലേ? ഈ സർക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു വിലയില്ലെന്നേ. വെറും സർക്കിളാ, വാട്ടാ പൂജ്യം. രാഘവ വിളിക്കണ് സാർ. ആറിവിടെ ഉണ്ടായിരുന്ന രാഘവ, എന്തോ? നമ്മുടെ അയ്യങ്കാവ് അമ്പലത്തിലെ ഭണ്ണാരം മോഷ്ടിച്ച കള്ളനെ കിട്ടിയോടോ? എവിടെ കിട്ടാൻ? ശുഷ്കാന്തി വേണം, ശുഷ്കാന്തി. അതെ ചാക്കോ,
നമ്മുടെ ആ തോട്ടക്കാട്ട് വിജയന്റെ വീട്ടിൽ കയറി മാല മോഷ്ടിച്ച പ്രതിയെ കിട്ടിയല്ലേ സാറേ? കഷ്ടം. സാർ എന്തിനാ ഈ ശവത്തെ കുത്തി വേദനിപ്പിക്കുന്നത്? കിട്ടിക്കാണില്ല. രാഘവ, ഇവിടെ തെളിയാണ്ട് കിടക്കുന്ന സകല കേസുകൾക്കും എഫ്ഐആർ എഴുതിക്കോ. അപ്പൊ പ്രതികളെ കിട്ടിയല്ലേ? ആ കിട്ടി. ആരാ? നീ. സർക്കിളിന്റെ വില എന്താണെന്ന് ഞാൻ കാണിച്ചുതരാം. സാറേ, രാഘവ, അവരിടിച്ചത് ഇവനിട്ടാണെങ്കിലും കൊണ്ടത് എനിക്കാ. കിട്ടും കിട്ടും അവളെ എന്റെ സർക്കിളില്. അപ്പൊ മയക്കുമരുന്നിന്റെ ഇടപാടാണല്ലേ? കൊള്ളാം. ശരീരത്തിന് വളരെ നല്ലതാ. ചെറുപ്പത്തിൽ ഞാൻ എവിടെ വായിച്ചിട്ടുണ്ട്. ഉപയോഗം മാത്രമല്ല, അല്ലറ ചില്ലറ വിൽപ്പനയൊക്കെ നടത്തണ്ടല്ലേ? എന്താ നിന്റെ പേര്? ആനന്ദ്. ആനന്ദ്. ആനന്ദ് ആനന്ദത്തിന് വേണ്ടി ചെയ്താണെങ്കിലും ഇതിന്റെ സീരിയസ്നെസ് അറിയോ? നോൺ ബെയിലബിൾ ഒഫൻസാ. ഇതെന്തത് നക്ഷത്രോ? നീ കുറെ എണ്ണും. എങ്ങനെയാ, കുടുംബത്തിലെ സാമ്പത്തിക ഭദ്രതയ്ക്കുള്ള കൂട്ടത്തിലാണോ? ഒരു കാര്യം ചെയ്യ്, ഞാൻ വീട്ടിൽ വിളിച്ചു പറ. ഒരു പെട്ടി നിറയെ ക്യാഷ് വേണ്ടിട്ട് ഇവിടെ ഒന്ന് പേഴ്സണലായിട്ട് എന്നെ ഒന്ന് കാണാൻ. കേസില്ലാണ്ട് തന്നെ നമുക്കിത് ഒതുക്കി തീർക്കാം. പെട്ടിയും കാശും ഒന്നും ഇല്ലാതെ തന്നെ കേസ് ഒതുക്കാൻ എനിക്ക് അറിയാം. കേട്ടോ സാറേ? ഓ, അത്രയ്ക്ക് പിടിപാടുണ്ടോ നിന്റെ തന്തയ്ക്ക്? നിന്റെ തന്തയാര്? ഹൈദരാബാദ് നൈസാ. എന്റെ തന്തയെ കുറിച്ച് പറഞ്ഞുണ്ടല്ലോ, ഞാൻ ആരാന്ന് എനിക്കറിയോ? നീ ആരായാലും എനിക്കെന്താ? നീ ഏത് കൊമ്പത്തണിയിൽ ഇടിച്ചെന്റെ കൂമ്പിയാനൊക്കെ പന്നി. ചുമ്മാ പേടിപ്പിക്കില്ലേ സാറേ? ഒരു സബ് കളക്ടർ എടുത്ത് ചെറുതായിട്ടൊന്ന് വേഷം കെട്ട് കാണിച്ചതിന് പരസ്യമായിട്ട് മാപ്പ് പറഞ്ഞത് സാർ അത്ര പെട്ടെന്ന് മറന്നുപോയി? ആ സബ് കളക്ടർ സേതുലക്ഷ്മിയുടെ ഒരേ ഒരു ബ്രദറാ ഞാൻ. ഒരു പ്രാവശ്യം പറയൂ. സബ് കളക്ടറുടെ ബ്രദറാന്ന്. സബ് കളക്ടർ സേതുലക്ഷ്മിയുടെ ഒരു ബ്രദറോ? എന്റെ കണ്ണുകളെ എനിക്ക് വിശ്വസിക്കാമോ? എന്റെ കാതുകളെ നിങ്ങൾ കേട്ടത് സത്യം? ഇത് താര എന്നല്ലേ പൊക്കിയത്? ഞാനല്ല സാർ, രാഘവനാ. രാഘവനല്ല, രാഘവേട്ടൻ. രാഘവേട്ടാ, 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 രാഘവേട്ടാ. എന്താ വിളിച്ചേ? രാഘവേട്ടാന്ന്. ഒന്നുകൂടി വിളിക്കൂ. രാഘവേട്ടാ. എന്തു പറ്റി? എന്നെ ആദ്യമായിട്ട് സാറ് രാഘവേട്ട എന്ന് വിളിക്കുന്നത് എനിക്കിത് വിശ്വസിക്കാൻ പറ്റില്ല. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല രാഘവേട്ടാ. രാഘവേട്ടൻ പൊക്കി അവൻ ആരാന്നറിയോ? ഞാൻ ചോദിച്ചിട്ട് ഒന്നും പറയണില്ല. ആരാ? നമ്മുടെ സബ് കളക്ടർ സേതുലക്ഷ്മിയുടെ ഒരേ ഒരു ബ്രദർ. എന്നാ പിന്നെ ഇവനെ പറഞ്ഞു വിട്ടേക്കല്ലേ? എന്താ പറഞ്ഞേ? അല്ല, ഇവനെ പറഞ്ഞു വിട്ടോട്ടെ. അങ്ങനെ പെട്ടെന്ന് പറഞ്ഞുവിടാൻ ഇയാൾ തന്റെ അച്ഛനൊന്നും അല്ലല്ലോ. ലോക്യം. എന്താ? എടുത്ത് ലോക്കമിലിറോ. കളി മാധവൻകുട്ടി തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. സബ് കളക്ടർ സേതുലക്ഷ്മി. മോളെ സേതു, സേതു. എന്താ മാവാ? എന്താ? ആ തലതെറിച്ച സിയെ വന്നിട്ടുണ്ട്. പിന്നെ എന്തോ ഏടോ കൂടെ ഒപ്പിക്കാനുള്ള വരവാണെന്ന് തോന്നുന്നു. എന്താ ഇൻസ്പെക്ടർ? എന്താ കാര്യം? ഒഫീഷ്യലായിട്ട് എന്തെങ്കിലും? കുറച്ച് ഒഫീഷ്യലായിട്ടും പിന്നെ കുറച്ച് പേഴ്സണലായിട്ടും. അമ്മയ്ക്ക് ഈ IAS മകളെ കൂടാതെ ഒരു മകനും കൂടി ഉണ്ടല്ലേ? അവനെ ഇന്നലെ രാത്രി പോലീസ് അറസ്റ്റ് ചെയ്തു. എന്തിന്? എന്താ അവന്റെ പേരിലുള്ള കുറ്റം? അതിപ്പോ അമ്മ നിൽക്കുമ്പോ എങ്ങനെ പറയാ? അല്ല, എല്ലാവരും അറിയേണ്ട കാര്യമാണ്. മയക്കുമരുന്ന് കൈവശം വെക്കുക, ഉപയോഗിക്കുക, ചില്ലറ കച്ചവടം നടത്തുക, ഇതൊക്കെയാണ് ഇവിടുത്തെ മകന്റെ ഇപ്പോഴത്തെ കലാപരിപാടികൾ. മിസ്റ്റർ മാധവൻകുട്ടി, വീട്ടിൽ കയറുമെന്ന് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, നിങ്ങൾക്ക് ഇത്ര ആക്ഷൻ എടുക്കും ഞാൻ. അവൻ അങ്ങനെ ഒന്നും ചെയ്യില്ല. നിങ്ങൾക്ക് ആള് മാറി കാണും. ഈ മോൻ തന്നെയല്ലേ ഇവിടുത്തെ മോൻ?
ഇന്റർനാഷണൽ മാർക്കറ്റിൽ 3 ലക്ഷം രൂപ വില വരുന്ന ബ്രൗൺ ഷുഗറുമായിട്ട് ഇവനിപ്പോൾ എന്റെ കസ്റ്റഡിയില്ല. മയക്കുമരുന്ന് കേസ് ജാമ്യമില്ലാത്ത വകുപ്പാണെന്ന് മാഡത്തിന് ഞാൻ പറയാതെ തന്നെ അറിയാലോ. എന്റെ മോനെ ഉപദ്രവിക്കരുത്. ഏയ് എന്താ അമ്മേ, അവനെ ഞാൻ ഉപദ്രവിക്കൂ? ഒന്നുമില്ലല്ലോ, അവന് ഈ കുടുംബത്തിലെ കുട്ടിയല്ലേ. ഞാനൊന്ന് കണ്ണടച്ചാ അവന് രക്ഷപ്പെടാവുന്നേ ഉള്ളൂ. പക്ഷേ ഒരു പാലം ഇടുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേണമല്ലോ. ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് സാറ് പറ. എത്ര രൂപ വേണം? മാധവൻകുട്ടിക്ക് കൈക്കൂലിയോ? ആ. അതും സബ് കളക്ടറുടെ മുമ്പിൽ വെച്ച്. അമ്മാവനാണല്ലേ? അതെ. കഷ്ടം. അമ്മാവനെ വേണമെങ്കിൽ എനിക്ക് അറസ്റ്റ് ചെയ്യാൻ കേട്ടോ. വേണ്ട. എന്റെ അമ്മാവാ, എനിക്ക് 1 കോടി രൂപ തരാന്ന് പറഞ്ഞാലും വേണ്ട. പിന്നെ കൊറേ നേരമല്ലേ ഇയാൾ ഇന്ന് കഥകളി കളിക്കുന്നത്? കാര്യം എന്താണെന്ന് വെച്ചാ പറ. ഒന്നുമില്ല. സ്വന്തം സഹോദരന് വേണ്ടി സഹോദരി ഒരു വിട്ടുവീഴ്ചക്ക് തയ്യാറാവണം. നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത്? ഒന്നുമില്ലെന്നേ, എനിക്ക് ഈ IAS കാരിയെ കെട്ടിച്ചു തരണം. എന്താ വിചാരിച്ചേ? താൻ പോലീസാണെന്ന് ഞാൻ നോക്കില്ല. കൂൾ ഡൗൺ ചൂടമ്മാമ. ഒരു സബ് കളക്ടറും സർക്കിൾ ഇൻസ്പെക്ടറും തമ്മിലുള്ള പ്രോട്ടോകോളിന്റെ അന്തരം എനിക്ക് നന്നായിട്ട് അറിയാം. ബട്ട് ദിസ് ഈസ് മൈ ഡിമാൻഡ്. ബ്രദറിനെ സേവ് ചെയ്യണ്ടേ? നന്നായി ആലോചിച്ചിട്ട് മതി തീരുമാനം. പിന്നെ എന്നെക്കാളും വലിയ പോലീസ് ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് സഹോദരനെ രക്ഷപ്പെടുത്താൻ വല്ല പ്ലാനും മനസ്സിൽ തോന്നിയാൽ വിടില്ല ഞാൻ. ടിവിക്കാരുടെയും പത്രക്കാരുടെയും മുമ്പില് തുണ്ടി സഹിതം പ്രദർശിപ്പിക്കും ഞാൻ അവനെ. ആന്റി നാർക്കോട്ടിക്സിൽ നിന്ന് സഹോദരനെ കൈമാറിയാൽ പുന്നാരാങ്ങളെ ചുരുങ്ങിയത് 18 കൊല്ലമെങ്കിലും ജയിലിലായിരിക്കും. മയക്കുമരുന്ന് കേസിലെ പ്രതിയുടെ സഹോദരിക്ക് പിന്നെ ഈ IAS പദവി പോലും ഒരു ഭാരമായിരിക്കും. അമ്മാവാ, തീരുമാനം എന്തായാലും പെട്ടെന്ന് തന്നെ അറിയിക്കണം. മറുപടി പോസിറ്റീവ് ആണെങ്കിൽ പോലും താലികെട്ട് കഴിയുന്നവരെ അവൻ എന്റെ കസ്റ്റഡിയിലുണ്ടാവും. അല്ലെങ്കിൽ സഹോദരനെ തിരിച്ചു കിട്ടുമ്പോ സഹോദരി വാക്കുമാറിയാലോ? അപ്പൊ ഞാൻ ഇറങ്ങാണ്. വരട്ടെ. സബ് കളക്ടർ സേതുലക്ഷ്മി. അയാൾ എന്നോട് വാശി തീർക്ക. പക്ഷേ അതെന്റെ ആങ്ങളെ കള്ളക്കേസിൽ കുടുക്കിയിട്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്താ അമ്മേ? ഇത് കള്ളക്കേസൊന്നും ആയിരിക്കില്ല. പിന്നെ ഞാൻ നിന്നോട് പറയാതിരുന്നത് ഒരിക്കൽ മിണ്ടരുത്. ഇത് മറ്റൊരു പറഞ്ഞോ ചത്തുകളയും. എന്തിനായിരുന്നു അമ്മ എന്നോട് മറച്ചു വെച്ചത്? ഇത് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ തിരുത്തുമായിരുന്നല്ലോ അവനെ. ഒരു വാക്ക് എന്നോട് പറയുന്നില്ലേ? ഇനിയിപ്പോ അതോർത്ത് വിഷമിക്കണ്ട. അവൻ തെറ്റ് ചെയ്തു, പിടിക്കപ്പെട്ടു. അതവന്റെ വിധിയാണെന്നോർത്ത് സമാധാനിക്കാം. അവൻ ജയിലിൽ പോയി കിടന്ന ഇവിടെ ആർക്കാ മനസ്സമാധാനം ഉണ്ടാവുക? ഇനി എന്നെ കുറിച്ച് ഓർത്ത് നിങ്ങൾ ആരും വിഷമിക്കണ്ട. എല്ലാം എന്റെ വിധിയാണെന്ന് കരുതി ഞാൻ സമാധാനിച്ചോളാം. ഇനി അവനെ രക്ഷിക്കാൻ ഒരു വഴിയേ ഉള്ളൂ.